വിക്രം മേരിയുടെ മൃതദേഹത്തിന് അരികിൽ നിന്നു. അവളുടെ നെഞ്ചിൽ കുത്തിവെച്ച ക്യൂൺ ഓഫ് ഹാർട്ട്സ് ചീട്ട് അയാളുടെ മനസ്സിൽ ഒരു ചോദ്യചിഹ്നമായി മാറി. പഴയ വീടിന്റെ ചിത്രവും കയ്യിലിരുന്ന താക്കോലും അയാൾ ഒരുമിച്ച് നോക്കി. വർക്കിയുടെ ഡയറിയിൽ കണ്ട രഹസ്യം ഇപ്പോൾ ഒരു ചിത്രത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്നു. വിക്രം തന്റെ ഫോണെടുത്ത് സുനിലിനെ വിളിച്ചു. സുനിൽ, പഴയ വീടുകളുടെ രേഖകൾ നോക്കണം. ഈ ചിത്രത്തിലെ വീട് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അതേസമയം വിക്രമിന്റെ ഫോൺ വീണ്ടും മുഴങ്ങി. അതേ കമ്പ്യൂട്ടർ ശബ്ദം. വീടിന്റെ രഹസ്യം അറിയുന്നതിന് മുൻപ് നിങ്ങൾ എന്റെ അടുത്ത കളിക്കാരനെ കണ്ടുപിടിക്കണം. അവൻ ശരീരത്തെ സുഖപ്പെടുത്തുന്നവനാണ്, പക്ഷേ സത്യത്തെ വിഷമയമാക്കിയവനാണ്. ഫോൺ കട്ടായി. വിക്രം ഉടൻ തന്നെ അനിലിനെ ഓർത്തു. ഡോക്ടറാണ് അനിൽ. അനിൽ, അയാൾ മനസ്സിൽ പറഞ്ഞു. അജിത്തിന്റെ വാക്കുകൾ വീണ്ടും അയാളുടെ മനസ്സിൽ മുഴങ്ങി. ചോദ്യം ചെയ്യുന്നവൻ. വിക്രം ഉടൻ തന്നെ അനിലിന്റെ ക്ലിനിക്കിലേക്ക് തിരിച്ചു. വഴിയിൽ വിക്രം സുനിലിനെ വിളിച്ചു. അനിലിനെ ഉടൻ ബന്ധപ്പെടണം. എനിക്ക് അയാളുടെ ക്ലിനിക്കിന്റെ അഡ്രസ് വേണം. സുനിൽ വിവരങ്ങൾ നൽകി. വിക്രം ക്ലിനിക്കിൽ എത്തി. വാതിൽ തുറന്നു കിടന്നിരുന്നു. അകത്തേക്ക് കയറിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. മങ്ങിയ വെളിച്ചത്തിൽ ഒരു കസേരയിൽ അനിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ നെഞ്ചിൽ ഒരു കറുത്ത തുണിയുടെ ചീട്ട് കുത്തിവെച്ചിരുന്നു. ജാക്ക് ഓഫ് സ്പേഡ്സ്. അനിൽ മരിച്ചു കഴിഞ്ഞിരുന്നു. അയാളുടെ മുഖത്ത് ഒരുതരം ആശ്വാസത്തിന്റെ ഭാവമായിരുന്നു. അനിലിന്റെ കയ്യിൽ ഒരു ചെറിയ കുറിപ്പുണ്ടായിരുന്നു. നിങ്ങൾ സത്യം കണ്ടെത്താൻ പോവുകയാണെങ്കിൽ നിങ്ങൾ മരണത്തെയും കണ്ടെത്തും. വിക്രമിന് മനസ്സിലായി, ഈ കളിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും കഴിയില്ല. ഈ കളിയുടെ അവസാന കളിക്കാരൻ ആരായിരിക്കും? വിക്രം ഈ രഹസ്യങ്ങൾ എങ്ങനെ പുറത്തുകൊണ്ടുവരും?